ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല എളുപ്പത്തിലുള്ള ഒരു അടിപൊളി മോര് കാച്ചിയതാണ് കേട്ടോ. തേങ്ങ അരച്ചിട്ടുള്ള മോര് കാച്ചിയതാണ്. അപ്പോൾ മോര് കാച്ചിയതെന്ന് പറയുമ്പോൾ തേങ്ങ അരയ്ക്കാതെയും ചെയ്യാം, തേങ്ങ അരച്ചിട്ടും ചെയ്യാം. അതിൽ തേങ്ങ അരച്ചിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല, കഷ്ണങ്ങളൊന്നും ചേർക്കാതെയുള്ള എളുപ്പത്തിലുള്ള മോര് കാച്ചിയത്. ഒരു 10 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഈ മോര് കാച്ചിയത് റെഡിയാക്കാം. അപ്പോൾ പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തൈര് ചേർക്കുക, പുളിക്ക് അനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 400 ml തൈര് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 ലിറ്റർ തൈര് വേണമെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ തൈര് ചേർക്കാം. അതൊക്കെ നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളി അനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ചും തൈരിൻ്റെ അളവ് വ്യത്യാസം വരുത്തുക. വെള്ളം ചേർക്കാതെ വേണം തൈര് ചേർക്കാനായിട്ട്. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തൈര് പെർഫെക്റ്റ് ആവില്ല, നമ്മുടെ മോര് കാച്ചിയത് പെർഫെക്റ്റ് ആവില്ല. തൈരിൻ്റെ കട്ടി കുറഞ്ഞു പോവും. അതുകൊണ്ട് തൈരിന് കുറച്ച് കട്ടിയുള്ള തൈരാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് എങ്ങനെ എളുപ്പത്തിൽ റെഡിയാക്കാമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, തൈര്. പിന്നെ വേണ്ടത് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്കിത് അരച്ചാണ് എടുക്കാനുള്ളത്. അരപ്പ് റെഡിയാക്കിയിട്ടാണ് നമ്മൾ മോര് കാച്ചി എടുക്കുന്നത്. ഇതിൽ കഷ്ണങ്ങൾ ചേർക്കാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തൈര് ചേർത്തരയ്ക്കണം എന്നുണ്ടെങ്കിൽ തൈര് ചേർത്തരയ്ക്കാം. അതിനുശേഷം തൈര് ചേർത്ത് ചൂടാക്കി എടുക്കാം. ഞാൻ തൈര് ചേർത്തരയ്ക്കാറില്ല, ഞാൻ വെള്ളം ചേർത്തരച്ചിട്ട് അരപ്പൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ തൈര് ചേർക്കാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയുടെ കൂടെ ഞാൻ 1 പച്ചമുളക് അരയ്ക്കാൻ എടുക്കുന്നുണ്ട്. ബാക്കി 2 പച്ചമുളക് നമ്മൾ വേവിക്കാനാണ് എടുക്കുന്നത്. അത് താല്പര്യമുണ്ടെങ്കിൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ 3 പച്ചമുളക് അരച്ച് തന്നെ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ് 1/2 ടീസ്പൂൺ മതി, അധികം വേണ്ട. ഇനി നമുക്കിത് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം തൈര് ചേർത്ത് അരച്ചെടുക്കാം. ചില സ്ഥലങ്ങളിൽ തൈര് ചേർത്ത് അരയ്ക്കാറുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം, അതുപോലെ ഉള്ളി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മോര് കാച്ചിയെടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കേട്ടോ. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് മെമ്മറി കാർഡ് ഫുള്ളായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ള പോർഷൻ ഇല്ലാതിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ കറിവേപ്പിലയും. ഇതെല്ലാം ചേർത്ത് ഈ ഉള്ളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളറൊന്ന് മാറി വരണം, ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർത്താലാണ് നമ്മുടെ മോര് കാച്ചിയതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കറിവേപ്പില കുറച്ച് ചേർക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര്, നല്ല കട്ടി തൈരായിരിക്കുമല്ലോ, അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആയി പോകരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉള്ളിയുടെ കളറൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അരയ്ക്കാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ചേർത്ത് ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികൾ ഇതുപോലെ തന്നെ ചേർക്കാൻ കേട്ടോ നല്ലത്. നമ്മൾ തേങ്ങ ഒരുപാട് മൂപ്പിച്ചെടുക്കുന്നതല്ല, അതുകൊണ്ട് തേങ്ങയിലേക്ക് പൊടികൾ ചേർത്ത് അരയ്ക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ നമ്മൾ ഉള്ളിയുടെ കൂടെ പൊടികൾ മൂപ്പിച്ച് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം നമുക്ക്.
ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഈ തേങ്ങയുടെ റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയം വേണ്ട, 2 മിനിറ്റ് മതി. അപ്പോൾ തേങ്ങയുടെ റോ ടേസ്റ്റ് മാറി വരും. നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. ഇനി നമ്മുടെ മോരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ. പിന്നെ നല്ല പുളിയുള്ള മോരാണെങ്കിൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കാം. ചെറിയ പുളിയുള്ള മോരാണെങ്കിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ആവി വരട്ടെ തേങ്ങയിൽ നിന്ന്. വേഗം തന്നെ തേങ്ങ കുക്കായി വരും, നന്നായിട്ട് അരിഞ്ഞ തേങ്ങയാണല്ലോ. അപ്പോൾ എല്ലാം കൂടി ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോര് കാച്ചിയത് റെഡിയാക്കാം കേട്ടോ. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ തേങ്ങ പോലും ചേർക്കാതെയുള്ള മോര് കാച്ചിയതുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ ചേർക്കാതെ തേങ്ങ ചേർത്തിട്ടുള്ള മോര് കാച്ചിയതാണല്ലോ ചെയ്യുന്നത്. മറ്റേത് തേങ്ങ പോലും ചേർക്കാതെ ഉള്ളതുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. വിപ്പ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തൈര് ഉടഞ്ഞു കിട്ടും. കട്ട തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കുക, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്ന് ചൂടായി വരണം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കാച്ചിയത് റെഡിയാവും. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കും. ഒരുപാട് പുളിയുള്ള തൈരല്ല ഞാൻ എടുത്തിട്ടുള്ളത്, ചെറിയ പുളിയുള്ള തൈരാണ്. പക്ഷേ ആ 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്താലേ നമ്മുടെ മോര് കാച്ചിയത് പെർഫെക്റ്റ് ആവുള്ളൂ. അതൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി അല്ലേ, എല്ലാം വേഗം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നില്ലേ. ഇതിൻ്റെ കൂടെ ഒരു മെഴുക്കുരുട്ടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. വേറെ കറികളൊന്നും തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. മോര് ചേർത്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, തിളച്ചു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വറവിടൽ ലാസ്റ്റ് വറവിട്ട് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മാത്രം മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പിന്നെ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും ലാസ്റ്റ് വറവിട്ട് ചേർക്കാം. ഞാൻ പിന്നെ 2 പാത്രം കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പാത്രത്തിൽ തന്നെ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പുളി കുറവാണെങ്കിൽ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മിക്സ് ആയതിനു ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക കേട്ടോ. അതിന് മുന്നേ ഉപ്പ് ചെക്ക് ചെയ്ത് നമ്മൾ ഉപ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വരുമ്പോൾ പിന്നെയും മധുരം വരും. അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അപ്പോൾ അതാ തൈരിൽ നിന്ന് ആവി വന്നു തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുറച്ച് തേങ്ങ അരയ്ക്കണം എന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. തേങ്ങ അരയ്ക്കാതെയും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലും ചെയ്യാം, ഇല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഇഷ്ടമായ ഏത് വീഡിയോയാണെന്നുള്ളത് എന്നോട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടൊന്ന് പറയുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇത് ഈ ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ചട്ടിയുടെ ചൂടുകൊണ്ട് കറി തിളയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു 2 മിനിറ്റത്തേക്ക്. അപ്പോൾ ചൂടുകൊണ്ട് തിളച്ചു പോവില്ല, അല്ലെങ്കിൽ തൈര് പിരിയും. അതുകൊണ്ടാണ് ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞത്. അത് ചട്ടിയിൽ കറി വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമുള്ളൂ. ഏത് തേങ്ങ അരച്ച കറിയാണെങ്കിലും അതുപോലെ മോരൊഴിച്ച കറിയാണെങ്കിലും നമ്മൾ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ചൂട് ഒന്ന് കുറയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.